നമസ്കാരം, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ട് അടിപൊളിയായിട്ട് ഇരിക്കുകയെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മുടെ DIY സ്കിൻ കെയർ ചലഞ്ചിലെ ലാസ്റ്റ് വീഡിയോ ആണ് ഇന്ന്. ഡേ 6 ആണ്. അപ്പൊ നമ്മളൊരു 6 ദിവസം കൊണ്ട് അവസാനിപ്പിക്കാന്ന് വിചാരിക്കുകയാണെങ്കിൽ നമുക്ക് വിഷുവിന്റെ വീഡിയോസ് ഒക്കെ ഞാൻ കുറച്ച് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് ഷോർട്സ് ആണ് കൂടുതലായിട്ട് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ ഈ ഒരു 6 ഡേയ്സ്, അതായത് ഇന്നും കൂടി ട്രൈ ചെയ്തിട്ട് നിങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ട് കമന്റ് ചെയ്യണം കേട്ടോ. അടുത്ത ദിവസങ്ങളായിട്ട് മതി. നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ എക്സ്പീരിയൻസ്, നിങ്ങൾക്ക് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ടോ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ. പിന്നെ എന്തെങ്കിലും പിക്ചറോ കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ മെയിൽ ഐ ഡി വെക്കാം, അതിൽ അയച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ വിഷുവിന്റെ സീരീസിന്റെ ഇടയിൽ ഞാനൊരു എന്താ പറയാ ഗിവ് അവേ ചെയ്യാന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പൊ ഇതും കൂടി അതിൽ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ചെയ്യാട്ടോ. അപ്പോൾ ജസ്റ്റ് ഒരു 7 ഡേയ്സ് ആരെങ്കിലും ഒക്കെ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ മാറ്റങ്ങൾ, ഈ 7 ദിവസം കൊണ്ട് അത്ര വലിയ അത്ഭുതങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ളത് നമുക്കും അറിയാം, എനിക്കും അറിയാം, എല്ലാവർക്കും അറിയാം. പക്ഷേ കുറച്ച് നമ്മളിപ്പോൾ ഒന്നും ചെയ്യാണ്ടിരുന്നവർ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു വ്യത്യാസം നമുക്ക് തോന്നും. നമുക്ക് ഉള്ളിൽ നിന്നൊരു ഫീലിങ്ങും കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ നമുക്ക് ചെറിയ മാറ്റങ്ങളൊക്കെ നമ്മുടെ സ്കിന്നിൽ കാണാൻ പറ്റും. അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ. അപ്പൊ ഇന്ന് നമ്മൾ കാണാൻ പോണത് നമ്മുടെ ഫേസിലാണ്. നമ്മൾ ഇത്രയും ദിവസം ചെയ്തിരുന്നത് ഈ ഫേസിലുള്ള 2 കാര്യമാണ്. നമുക്ക് ഈ കണ്ണും അതുപോലെ തന്നെ ലിപ്സും. ഇത് നമ്മൾ എക്സ്ട്രാ കെയർ കൊടുക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ അണ്ടർ ഐ ഡാർക്ക് സർക്കിളും അതുപോലെ തന്നെ ലിപ്സ് ഒക്കെ ഭയങ്കര ഡാർക്ക് പിഗ്മെന്റഡ് ആയിട്ടുള്ള ലിപ്സ് ഒക്കെ നമുക്ക് വരാൻ സാധ്യത കൂടുതലാണ്. നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഗ്രാജുവലി പതുക്കെ ആയിരിക്കും നമ്മൾക്കത് വന്ന് നല്ലോണം എടുത്തറിയുമ്പോഴായിരിക്കും നമ്മൾ അതിനെ കുറിച്ച് ആലോചിക്കുക, ഇനിയിപ്പോൾ ഇതിന് മാറ്റിയെടുക്കാൻ വേണ്ടി എന്ത് ചെയ്യണം എന്നുള്ളത്. അപ്പൊ അങ്ങനെ നമ്മൾക്ക് വരാതിരിക്കാനും നമുക്ക് നമ്മുടെ ലൈഫ് ലോങ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റണമായിട്ടുള്ള 2 കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പറയാൻ പോണേ കേട്ടോ. അപ്പൊ നോക്കിയാലോ. അപ്പൊ ഏറ്റവും ആദ്യം നമുക്ക് നമ്മുടെ കണ്ണിന്റെ കാര്യം തന്നെ നോക്കാം. നമുക്ക് കണ്ണിന്റെ അടിയിലെ കറുപ്പ്, പഫിനെസ്, ഇതൊക്കെയാണ് നമുക്ക് കൂടുതലായിട്ട് ഉണ്ടാവുക. പഫിനെസ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു പരിധി വരെ നമ്മൾ ഈ ഒരു എന്താ പറയാ, എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ ഭയങ്കരമായിട്ട് കാപ്പിയൊക്കെ കുടിച്ചിരുന്നപ്പോൾ എനിക്ക് ഭയങ്കര പഫിനെസ് ഉണ്ടായിരുന്നു. അതായത് കണ്ണിടയിൽ ഭയങ്കര വീക്കം മാതിരി. അപ്പോൾ അതൊക്കെ ഇപ്പൊ നല്ല രീതിക്ക് തന്നെ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഭക്ഷണക്രമത്തിലത്തെ വ്യത്യാസങ്ങളും നമ്മുടെ ഈ കണ്ണിന്റെ അടിയിലത്തെ വീക്കത്തിന് കാരണമാകാന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്, എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ്. കാരണം എന്നെ അറിയുന്നവർക്ക് അറിയാം, ഞാൻ ചിരിക്കുമ്പോൾ ഇവിടെ ഒരു തടിപ്പുണ്ടായിരുന്നു, പക്ഷെ അത് ഭയങ്കര കൂടുതലായിരുന്നു. എസ്പെഷ്യലി നമ്മൾ ഫേസ് ഭയങ്കരമായിട്ട് തടിച്ചിരിക്കുമ്പോൾ അത് വണ്ണം കൂടുതലായിരുന്നു ആ പഫിനെസ്സിന്. പക്ഷെ നമ്മൾ ആഹാരക്രമവും അതുപോലെ തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈലിന് വ്യത്യാസങ്ങളൊക്കെ കൊണ്ട് ഫേസ് ഒന്നും മെലിഞ്ഞപ്പോൾ നമുക്ക് ആ ഒരു ചിരിക്കുമ്പോൾ വരണ ആ ഒരു തടിപ്പ് ലൈറ്റായിട്ട് ഇവിടം തൊട്ട് ഇവിടം വരെ ഉള്ളൂ. അതെനിക്ക് ജനറ്റിക്കാണ്. എൻ്റെ ചെറിയ മോൾക്കുണ്ട് കേട്ടത്. ഞാനപ്പോൾ കഴിഞ്ഞ ദിവസം നോട്ടീസ് ചെയ്തത് നമ്മുടെ മഞ്ജു ചേച്ചിക്ക് ചിരിക്കുമ്പോൾ അങ്ങനെയുണ്ട് കണ്ണിൻ്റെ അടിയിൽ. അത് ചിലപ്പോൾ അവരുടെ ഇപ്പം പ്രായം കൊണ്ട് വന്നതായിരിക്കാം. പക്ഷെ എനിക്ക് ചെറുപ്പം മുതലേ ഉണ്ട്. പക്ഷെ അത് നമ്മൾ ഇങ്ങനെ ഇതേപോലെ പ്രായം കൂടുന്നവരാണ് അതിങ്ങനെ എടുത്ത് അറിയണത്. അപ്പോൾ എൻ്റെ വീഡിയോസ് നോക്കി അറിയാൻ പറ്റും. അപ്പൊ അങ്ങനെ പഫിനെസ് കിട്ടും. പിന്നെ നമുക്ക് വരുന്ന ഡാർക്ക് സർക്കിൾ, അത് പല രീതിക്കും വരും. നമുക്ക് ഉറക്കക്കുറവുകൊണ്ട്, അതുപോലെ നമ്മൾ കൂടുതലായിട്ട് നമ്മുടെ സ്ക്രീൻ ടൈമിങ് കൂടുതലാവുമ്പോൾ അങ്ങനെ പല രീതിക്കും വരും. എന്നാൽ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ജെല്ലാണ് കാണിക്കുന്നത് കേട്ടോ. നമുക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാം. അതായത് നമുക്ക് ടീനേജേഴ്സ് മുതൽ നമുക്ക് കണ്ണിന് ചുറ്റും അപ്ലൈ ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് കണ്ണിന് നല്ലൊരു കൂളിംഗ് എഫക്റ്റ് കിട്ടുന്നത്. പിന്നെ ഇത് ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ. അപ്പൊ ഞാൻ ആദ്യം ആ ഒരു ജെല്ല് പ്രിപ്പയർ ചെയ്യുന്നത് കാണിച്ചു തരാം. നമ്മൾ കാണിക്കാൻ പോകുന്നത് ഒരു ജെല്ലാട്ടോ. ഇത് ഫേസ് ഫുൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് എന്താ പറയാ ഡാർക്ക് സർക്കിളിന് വേണ്ടിയിട്ടും യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പൊ ഇവിടെ എന്റെ വലിയ കുക്കുംബർ ആയതുകൊണ്ട് ഞാൻ കുക്കുംബറിന്റെ ചെറിയൊരു പീസ് എടുത്തിരിക്കണേ, നമ്മുടെ വിരലിന്റെ അത്രയ്ക്കൊക്കെ നീളമുള്ള ഒരു പീസ്. എന്നിട്ട് അതിന്റെ തൊലി നമ്മൾ കളയാ. കുക്കുംബർ ഭയങ്കര നല്ലതാ നമുക്ക് കണ്ണിന്റെ അടിയിൽ കറുപ്പിനൊക്കെ. ഞങ്ങൾ അമ്മൂനൊക്കെ ഒരുപാട് പരീക്ഷിച്ചിട്ടുള്ള കേട്ടോ കുക്കുംബറിന്റെ എന്താ പറയാ കുക്കുംബറെ സ്ലൈസ് ആയിട്ട് വട്ടത്തിൽ വെച്ചിട്ടും കുക്കുംബറിന്റെ ജെല്ലി യൂസ് ചെയ്തിട്ടൊക്കെ. എന്താ വെച്ചാല് അത് അവൾക്ക് ഈ നന്നായി ചൊറിച്ചിലും കണ്ണിന് ചുറ്റും കറുപ്പ് കൂടുതൽ, അതായത് അലർജി കൂടുതലായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഭയങ്കര നല്ലതാണ് കേട്ടോ ഈ ഒരു സംഭവം. ഇത് ഫ്രിഡ്ജിൽ വെക്കണം. അതുകൊണ്ട് തന്നെ അത്ര ഇതുള്ള എപ്പോഴും ഫ്രിഡ്ജിൽ വെക്കണം. അല്ലെങ്കിൽ അത് നമുക്കറിയാലോ കുക്കുംബർ ആയതുകൊണ്ട് തന്നെ നമ്മൾ വേറെ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാത്തതുകൊണ്ട് അത് കേടായി പോവും. അതുകൊണ്ടാണ് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കേണ്ടത്. അപ്പൊ ഇതുപോലെ പീസാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൽ വേറെ വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ. ഞാൻ ജസ്റ്റ് ഒറ്റ അരച്ചിട്ട് കൊണ്ടുവന്നതാ. ഇനി നന്നായിട്ട് അരച്ചെടുക്കുക. എന്നിട്ട് നമ്മളത് തുണിയിലോ അല്ലെങ്കിൽ അരിപ്പയിലോ അരിച്ചെടുക്കുക. വേറെ എന്താ പറയാ കുക്കുംബറിന്റെ ആ ഒരു കഷ്ണങ്ങളും കാര്യങ്ങളൊന്നും അതിൽ വീഴാൻ പാടില്ല. നൈസായിട്ട് അരച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ജ്യൂസ് കിട്ടും. ഒരു 2-3 സ്പൂൺ മതി കേട്ടോ. അതിലേക്ക് അലോവേര ജെല്ല നമ്മൾ ഇട്ട് കൊടുക്കണം. അപ്പൊ ഞാനിവിടെ നിലാസബ്സിന്റെ അലോവേര ജെല്ല എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. ഇനിയിപ്പോ ഫ്രിഡ്ജിൽ വെക്കണം എന്നുള്ളതുകൊണ്ട് തന്നെ ഫ്രഷ് ഉണ്ടെങ്കിൽ ഫ്രഷ് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മളത് ഒന്നും കൂടി അടിച്ചെടുത്താൽ മതി, ഫ്രഷ് പഴുപ്പെടുത്തിട്ട്. എന്നിട്ട് നന്നായിട്ട് അതിങ്ങനെ മിക്സ് ചെയ്തെടുക്കുക. അലോവേര ജെല്ലിട്ടുണ്ടെങ്കിൽ നന്നായി മിക്സ് ചെയ്യുക. നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം റെഡിയാണ്. വേറെ പ്രത്യേകിച്ച് ഒരു പണിയില്ല. ഈ സാധനം നമ്മൾ നേരെ ഒരു ജാറിലേക്ക് അങ്ങോട്ട് മാറ്റാം. അത്രേ ഉള്ളൂ പണി. ഇത് നമ്മൾ കുറെ നാൾ ഫ്രിഡ്ജിൽ ഇരുന്നോളും. ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ. ഫ്രീസറിൽ വേണ്ട, ജസ്റ്റ് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അപ്പൊ ദേ നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട്. നല്ല തണുപ്പായിട്ട് അത് ഇടുമ്പോൾ കണ്ണിന് ചുറ്റും നമുക്കിത് രാവിലെയും വൈകുന്നേരം നമ്മുടെ സ്കിൻ കെയറിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മളിങ്ങനെ എന്താ പറയുക പുറത്തുനിന്ന് മേടിക്കണ നമുക്ക് അറിയില്ലല്ലോ എങ്ങനെ പ്രിപ്പയർ ചെയ്യണ എന്തോരം കെമിക്കൽസ് ഒക്കെ ഉണ്ട് എന്നുള്ളത്. അപ്പൊ അതിനേക്കാളൊക്കെ നമുക്ക് വളരെ നമ്മൾ സ്വയം ഇങ്ങനെ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ഒരു
കോൺഫിഡൻസ് ഉണ്ടാവും. ഇപ്പൊ സ്ഥിരമായിട്ട് ലൈഫ് ലോങ് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കുക്കുംബർ ജെല്ലായിട്ട്. ഇത് ഫേസിൽ യൂസ് ചെയ്യാൻ പറ്റും. പിമ്പിൾസിന്റെ മാർക്സിനും പിമ്പിൾസിനെ കുറയ്ക്കാനൊക്കെ നമുക്ക് ഈ ടീനേജസിനൊക്കെ തുടങ്ങിയിട്ട് നമുക്ക് രാത്രി കിടക്കുമ്പോഴൊക്കെ ഒരു കുക്കുംബർ ജെല്ലൊക്കെ പോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാനും നല്ലതാ. ഫേസ് ബ്രൈറ്റ് ആവാനൊക്കെ നല്ലതാട്ടോ. അപ്പൊ ഇവിടെ ഞാൻ എടുത്തിട്ടുണ്ട് ഈ ഒരു ജെല്ല്. ഇത് കുറച്ച് വെള്ളം മാതിരി ഇരിക്കണം കേട്ടോ, കാരണം കുക്കുംബർ ജ്യൂസും അലോവേരയും കൂടി മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം ഒരു തിക്നെസ് തോന്നിയെങ്കിലും നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റായി കഴിയുമ്പോൾ കുറച്ചൊരു ലിക്വിഡ് മാതിരി ഇരിക്കണത്. പിന്നെ ജ്യൂസ് കൂടുതലാവണം നല്ലത് തന്നെയാണ്. അലോവേര ജെല്ല് നമ്മൾ എന്താ പറയുക, അത്രയ്ക്ക് അങ്ങോട്ട് വല്ലാണ്ട് കൂടുതലാക്കി ഭയങ്കര തിക്ക് ക്രീം ആക്കേണ്ട കാര്യമില്ല. ജ്യൂസ് കുറച്ച് നമുക്ക് ജ്യൂസിൽ നല്ല റിസൾട്ടാണ് നമുക്ക് കിട്ടുക, കുക്കുംബർ ജ്യൂസ്. അപ്പോൾ ഇത് നല്ല തണുപ്പായിട്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം ഇതെങ്ങനെയാണ് നമ്മുടെ ആ ഒരു ഇത് വരുന്നത്. അപ്പോൾ നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. കുറച്ചിങ്ങനെ നനവൊന്നുമില്ലാത്ത കൈ കൊണ്ട് എടുത്തിട്ട് കണ്ണിൻ്റെ ചുറ്റും നമുക്ക് നല്ല തണുപ്പുണ്ട് കേട്ടോ. ഭയങ്കര സുഖമാണ് ഇത് ഇടുമ്പോൾ. പ്രത്യേകിച്ച് ഇപ്പോൾ എന്താ പറയുക, ചൂടല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഭയങ്കര ഫീലിംഗ് ആണ്. കണ്ണിൻ്റെ ഇടയിൽ ഇട്ടിട്ട് രാത്രിയും നമുക്ക് പകലിടാം, രാവിലെയും സ്കിൻ കെയർ ചെയ്യണ മാതിരി ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് 2 ഡ്രോപ്പ് തന്നെ മതി. നമുക്കിത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഫില്ലർ ഉള്ള ഇതിലങ്ങനെ ചെയ്യാം കേട്ടോ. അതിൻ്റെ ഇതുപോലെ ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്യുക, അല്ലെങ്കിൽ ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കാം. ഇത് രണ്ടിൽ ഏത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഡാബിങ്ങോ മസാജിങ്ങോ അങ്ങനെ ഏത് വേണമെങ്കിലും ചെയ്യാം. നല്ല സുഖമുണ്ട്, നല്ല തണുപ്പുണ്ട്. സത്യം പറഞ്ഞാൽ ഇത് കുറച്ച് തണുപ്പ് കുറഞ്ഞു. അതായത് നമ്മൾ പുറത്തുനിന്ന് ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് നേരം ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് ഇത്രയേ ഉള്ളൂ, കഴുകിക്കളയൊന്നും വേണ്ട, അങ്ങനെ തന്നെ ഉറങ്ങാം. ഇത് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുമ്പോൾ നല്ല വ്യത്യാസം ഉണ്ടാവും എന്നുള്ളത് ഷുവറാണ്, ഞാൻ ഗ്യാരണ്ടിയാണ്. കാരണം അത്രയും നല്ലതാ. ഞാൻ അമ്മൂനൊക്കെ ചെയ്തു കൊടുക്കാറുണ്ട്. കാരണം അമ്മൂന് അത് അവളുടെ എന്താ പറയുക, കുറച്ച് അവൾക്ക് പ്രശ്നങ്ങളുടെ അലർജി ഉണ്ട്, കണ്ണ് തിരുമ്പലുണ്ട്. ഇവിടെ നിന്നൊക്കെ ഫുള്ള് തൊലി പോവും. ഡോക്ടർമാരൊക്കെ ചോദിച്ചിട്ടുണ്ട് ഇത് എന്തെങ്ങനെയാണ്. അവളെ കണ്ണ് ഈ ഭാഗത്തു നിന്നൊക്കെ ഇങ്ങനെ തിരുമ്പി ആ ഭാഗം ഫുള്ള് തൊലി പോയിട്ട് ഇങ്ങനെ പീലാവും തിരുമ്പിയിട്ട്. പിന്നെ സ്കിന്നൊക്കെ ഇങ്ങനെ ചുളിയും. അത്ര അലർജി, അവൾക്ക് ഹൈ അലർജിയുള്ള കുട്ടിയായിരുന്നു കേട്ടോ. പക്ഷെ എന്നാലും അവൾക്ക് ഇതെന്ന് പറഞ്ഞാലേ നമുക്ക് ഈ ഒരു സ്കിന്നിന് നല്ലതാണ്. ഒപ്പം നമുക്ക് ആ ഒരു അലർജിക്കാർക്കൊക്കെ ഭയങ്കര ഇറിറ്റേഷനും ചൊറിച്ചിലൊക്കെ ഉണ്ടാവില്ലേ, അപ്പം അതിന് ഈ ഒരു ജെല്ല് നമ്മളിങ്ങനെ കൂളിംഗ് എഫക്റ്റ് കൂടുതലാണ്. കാരണം ഇതിൽ കുക്കുംബറൊക്കെ ആഡ് ചെയ്തുകൊണ്ടേ. അപ്പം അത് നമുക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ ഭയങ്കര സുഖമായിരിക്കും. അവൾ ഇടയ്ക്കെടുത്തിട്ട് ഫ്രിഡ്ജിൽ നിന്ന് ഐസ് കട്ടെടുത്തിട്ട് അല്ലെങ്കിൽ നമുക്ക് ഐസ് ബാഗ് എടുത്തിട്ട് ഇങ്ങനെ വെക്കും. നല്ല ആ ഒരു ചൊറിച്ചിലൊക്കെ കുറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇതും ചെയ്തു കൊടുക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല റിസൾട്ട് ഉള്ളതാണ്. അപ്പം നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചെയ്യാം. നമ്മൾ കുക്കുംബർ ഒന്നും ഇല്ലാത്ത വീടുകൾ വളരെ ചുരുക്കമാണ്. നമുക്കൊരു കുക്കുംബർ മേടിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പ്രിപ്പയർ ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചാൽ കുറേ നാളിരിക്കും. ഇത് കുറേശ്ശെ എടുത്തിട്ട് ജസ്റ്റ് ഇപ്പോൾ ഡ്രോപ്പറിലാണെങ്കിൽ സുഖമാണ്, നമ്മൾ കൈ കൊണ്ട് എടുക്കണ്ട. ജസ്റ്റ് 2 ഡ്രോപ്പ് ഇട്ടിട്ട് ഒന്ന് മസാജ് കൊടുത്ത് സംഭവം പണി കഴിഞ്ഞു. വളരെ എളുപ്പമുള്ള ഒരു സിമ്പിളായിട്ടുള്ളൊരു കാര്യമാട്ടോ. അടുത്തത് നമ്മൾ കാണാൻ പോണത് നമ്മുടെ ലിപ്സിന് വേണ്ടിയിട്ടാണ്. ലിപ്സിൽ നമുക്ക് എപ്പോഴും ലിപ്സ് കെയർ ചെയ്യണം. എസ്പെഷ്യലി നമ്മൾ രാത്രി എടുക്കുമ്പോൾ നല്ല രീതിക്കുള്ള നല്ല നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ അപ്ലൈ ചെയ്താൽ മതി. നമ്മൾ പുറത്തുനിന്ന് മേടിക്കണതോ, നമ്മൾ പുറത്തുനിന്ന് മേടിക്കണ കൂടുതലും കളറുകൾ കാണില്ലേ നിങ്ങൾ. ഇപ്പോൾ മഞ്ചിഷ്ട ലിപ് ബാം എന്നൊക്കെ പറഞ്ഞാലും അതിൽ ഒരു പിഗ്മെന്റ് മിക്കവരും ഇപ്പം ചേർക്കുന്നുണ്ട്. എത്ര ഹെർബലാന്ന് പറഞ്ഞാലും നല്ല കളർ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോ അതിൽ പിഗ്മെന്റ് ഉണ്ട്. പിഗ്മെന്റ് ഉറപ്പായിട്ടുണ്ട്. നമ്മുടെ ലിപ് ബാം ഒന്നും അങ്ങനെ ലിപ്സിൽ നമ്മൾ അപ്ലൈ ചെയ്താൽ കളർ നിൽക്കില്ല. അതായത് കുറച്ച് കഴിയുമ്പോൾ അത് പോവും. പക്ഷെ അങ്ങനെ നിൽക്കുന്ന ലിപ് ബാമുകളാണ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോ അതിൽ പിഗ്മെന്റ് ചേർത്തിട്ടാണ് അവർ പ്രിപ്പയർ ചെയ്യണത്. അപ്പം അതുകൊണ്ട് തന്നെ അത് ഹെർബൽ ആവില്ല. പിഗ്മെന്റ് എന്ന് പറയുമ്പോൾ അത് കോസ്മെറ്റിക്സ് പ്രൊഡക്ട്സിലൊക്കെ നമ്മൾ ചേർക്കുന്നത്, എസ്പെഷ്യലി നമുക്ക് ലിപ്സ്റ്റിക്കും കാര്യങ്ങളൊക്കെ. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ച് നമ്മൾ സ്ഥിരമായിട്ട്, അതായത് ഞാനിങ്ങനെ ഒരു സ്കിൻ കെയർ പ്രൊഡക്ട്സ് സെയിൽ ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ പറയാണ്, നമ്മുടെ പ്രൊഡക്ട്സുകളിൽ പിഗ്മെന്റ് ഇല്ല. കാരണം നമ്മുടെ ലിപ് ബാം ഉപയോഗിക്കുന്നവർക്ക് അറിയാം, ആ ലിപ് ബാം എടുത്തിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ ലിപ്സ് നോർമലാണ്. നമ്മുടെ ലിപ്സ് എങ്ങനെയാണോ ആ കളറായിരിക്കും ഉണ്ടാവുക. അതായത് നമ്മുടെ ലിപ്സിൽ പിഗ്മെന്റേഷൻ, അതായത് കളർ പിടിക്കില്ല. കളർ പിടിക്കുന്ന ലിപ് ബാമാണ് നിങ്ങൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നിർത്തിക്കോ. എത്ര ഹെർബലാന്ന് പറഞ്ഞാലും അതിൽ പിഗ്മെന്റ് ഉണ്ട്. കാരണം മഞ്ചിഷ്ട ലിപ് ബാം എന്ന് പറഞ്ഞാൽ ഒരിക്കലും മഞ്ചിഷ്ട ലിപ് ബാം ആക്കി മാറ്റുമ്പോൾ അതിൽ കളർ കിട്ടില്ല. മഞ്ചിഷ്ട നിങ്ങളെ ഉറപ്പിച്ചോ കളർ കിട്ടില്ല. പക്ഷെ മഞ്ചിഷ്ട ലിപ് ബാം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഇപ്പോൾ സെയിൽ ചെയ്യുന്നുണ്ട് ഒരുപാട് പേര്. പക്ഷെ അത് മഞ്ചിഷ്ട ലിപ് ബാം എന്നല്ല, ഏത് ലിപ് ബാം ആണെങ്കിലും കളർ ഉണ്ടോ സംഭവം പിഗ്മെന്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഇപ്പം നമുക്ക് പുറത്തേക്കൊക്കെ പോകുമ്പോൾ ഒരു ടിൻറ്റിന് വേണ്ടിയൊക്കെ നമുക്ക് ഇടണമെങ്കിൽ ഇടാം. പക്ഷെ നമ്മൾ സ്ഥിരമായി വീട്ടിൽ നിൽക്കുമ്പോൾ ഉറങ്ങുമ്പോൾ ഒക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ട്രൈ ചെയ്യുക. കാരണം നമ്മൾ ജീവിതകാലം അത് യൂസ് ചെയ്യണത്, അല്ലെങ്കിൽ നമ്മൾ ചുണ്ടിലിങ്ങനെ ഇരിക്കണത്. അപ്പം അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ അങ്ങനത്തെ കാര്യങ്ങൾ വേണം. എനിക്ക് എപ്പോഴും അതിൽ കുറേ കാര്യങ്ങൾ നമ്മളിപ്പോൾ എത്ര പേരാ ഓൺലൈനിൽ സെയിൽ ചെയ്യണത് ഞാൻ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊക്കെ എൻ്റെ വീട്ടിലിരുന്ന് എനിക്കതൊരു വീഡിയോ ആയിട്ട് ചെയ്യണമെന്നൊക്കെ ഉണ്ടായിരുന്നു. കാരണം നമ്മൾ വീട്ടിലിരുന്ന് കഷ്ടപ്പെട്ട് ഞാനൊക്കെ എന്താ പറയുക
അത്രയും വിശ്വസിച്ച് അത്രയും ആത്മാർത്ഥമായി നമ്മൾ എണ്ണയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നപ്പോൾ എത്ര പേരാണെന്നറിയോ, ഇങ്ങ് തിരുവനന്തപുരം തൊട്ട് അങ്ങ് കാസർഗോഡ് വരെ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ പേരിൽ. ഞങ്ങൾ ഏതാണ്ട് എന്താ പറയുക, എന്തോ ഒരു മറ്റേ കഞ്ചാവും കാര്യങ്ങളൊക്കെ വീട്ടിൽ ഉണ്ടാക്കി നട്ടു വളർത്തി വിൽക്കണ പോലെയായിരുന്നു കേസ് നിരന്ന് കൊടുത്തിരുന്നത്. പക്ഷെ ഞങ്ങൾക്ക് മനസ്സിലായി, കാരണം വീട്ടിലിരുന്ന് ചെയ്യേണ്ട കാര്യമല്ല, ഇങ്ങനെ ഒരു പ്രൊഡക്ഷൻ വേണം, അതിനൊരു പ്രൊഡക്ഷൻ യൂണിറ്റ് വേണം, അതുപോലെ അത് മാനുഫാക്ചറിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് വേണം എന്നുള്ള മനസ്സിലായി. ഞങ്ങൾ അതിലേക്ക് മാറി. പക്ഷെ ഇപ്പൊ ഇൻസ്റ്റഗ്രാമിൽ യൂട്യൂബിലോട്ടൊക്കെ എത്ര പേരെ ടെറസിന്റെ മുകളിൽ ഇരുന്ന് വിൽക്കണു, അതുപോലെ തന്നെ അടുക്കളയിൽ ഇരുന്ന് ഉണ്ടാക്കണു, എത്ര കാര്യങ്ങളാണ് കാണുന്നത്. അവർക്ക് അതൊന്നും ഇവർ കാണില്ലെന്ന് തോന്നുന്നുണ്ട്. ഇവരെ കണ്ണിലൊക്കെ എന്താന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ ഞാൻ പറയുന്നത് അങ്ങനെ വിൽക്കണോണ്ടോ കാര്യങ്ങളൊന്നും അല്ല, പക്ഷെ ഒരാൾക്ക് മാത്രമല്ല നിയമം, അത്രേ ഉള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ലിപ്സിന് വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റണത് ഈ ഒരു സംഭവം കേട്ടോ. അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ ഇപ്പോൾ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ട്. കാരണം ഞാൻ ഇങ്ങനെ സെയിൽ ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ ഞാനൊരു വീഡിയോ ഇട്ട് ചെയ്യാം കേട്ടോ. ഇത് എന്താ പറയുക, ഓരോ പ്രൊഡക്റ്റ് ഓരോരുത്തർ ഉണ്ടാക്കണം കാണുമ്പോൾ നമുക്ക് കറക്റ്റ് മനസ്സിലാവും ഇത് ഹെർബൽ അല്ല എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയേ ഉള്ളൂ. ഞാൻ എടുത്ത ആരും പറയുന്നില്ല, ആരും വിമർശിക്കണില്ല, പക്ഷെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് കാര്യങ്ങളൊക്കെ. ഇതാണ് നമ്മളിന്ന് കാണാൻ പോണ സംഭവം നമ്മുടെ ലിപ്സിന് വേണ്ടിയിട്ട്. ഇതാണ് കേട്ടോ ഈ സംഭവം. നമ്മുടെ ലിപ്സിന്റെ പിഗ്മെന്റേഷൻ ഒക്കെ മാറ്റാൻ നമുക്ക് വീട്ടിലുണ്ടാക്കുന്ന. ഇതിപ്പോൾ ഞാൻ കാണിക്കുന്നത് പഴയ എൻ്റെ ഒരു ബോട്ടിൽ ഉണ്ടായിരുന്നു, ഒരു എന്താ പറയുക ലിപ്സ്റ്റിക്കിന്റെ. ആ ബോട്ടിൽ ഞാൻ ആക്കിയതാട്ടോ. അപ്പൊ നമുക്ക് ആദ്യം ഇത് പ്രിപ്പയർ ചെയ്ത് കാണിച്ചു തരാം. നമ്മുടെ ചുണ്ടിലെ കറുപ്പും കാര്യങ്ങളൊക്കെ മാറ്റാനും നമുക്ക് സ്ഥിരമായിട്ട് വീട്ടിൽ നിൽക്കുമ്പോഴും രാത്രി കിടക്കുമ്പോഴൊക്കെ പരട്ടാൻ പറ്റിയതാട്ടോ. ഇത് പെട്ടെന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. പിന്നെ കുറെ നാൾ സൂക്ഷിക്കുകയും ചെയ്യാം. ഞാനിവിടെ ഒരു 1/2 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയന്റ് വന്നിട്ട് നമ്മുടെ രക്തചന്ദനല്ലേ, രക്തചന്ദനാണ് വേണ്ടത്. അത് നമുക്ക് പിഗ്മെന്റേഷൻ കുറയ്ക്കാൻ നല്ലതാ. ലിപ്സിലാണെങ്കിലും നമ്മുടെ ഫേസിലെ സ്കിന്നിലാണെങ്കിലും ഒക്കെ നമുക്കൊരു 1 ടീസ്പൂണോ അല്ലെങ്കിൽ 1/2 ടീസ്പൂൺ എടുക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ എടുത്തിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഈ വെള്ളത്തിൽ രക്തചന്ദനം ഇട്ട് അത് അലിയാൻ കുറച്ച് പാടാണ്, അതായത് മിക്സ് ആവാനായിട്ട്. ഇത് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക. എന്നിട്ട് നമ്മളിത് എന്താ പറയുക കഷായം ആക്കാനാണ് പോണത്. വേണമെങ്കിൽ നിങ്ങൾക്ക് തലേന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ട് പിറ്റേ ദിവസം ചെയ്യാം കേട്ടോ, അങ്ങനെയും ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ കുറുക്കി എടുക്കുക. എന്നിട്ട് നമ്മൾ ഏകദേശം ഒരു 2 ടീസ്പൂണിന്റെ ഒക്കെ അടുത്തേക്ക് മാത്രമാക്കിയിട്ട് അത് പറ്റിച്ചെടുക്കുക, തീ കുറച്ച് വെച്ചിട്ട്. അപ്പൊ അതേ ഇവിടെ 2 ടീസ്പൂൺ അടുത്തേക്കേ ഉള്ളൂ. പിന്നെ നമുക്ക് ഇനി വേണ്ടത് നമ്മുടെ ഗ്ലിസറിൻ ആണ്, വെജിറ്റബിൾ ഗ്ലിസറിൻ ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് നല്ലതാണ്, നമ്മുടെ ലിപ്സിന്റെ ചുളിവുകളൊക്കെ മാറ്റി ലിപ്സ് നല്ല എപ്പോഴും പ്ലം ആക്കി വെക്കാനായിട്ട് നല്ലതാട്ടോ. അപ്പൊ നമ്മൾ അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് ഏതെങ്കിലും ഓയിൽസ് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഏതെങ്കിലും ഓയിൽ ആഡ് ചെയ്യാം. ഞാനിവിടെ ആൽമണ്ട് ഓയിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഇനിയിപ്പോ കോക്കനട്ട് ഓയിൽ ഉണ്ടെങ്കിൽ അതും ചെയ്യാം. പിന്നെ ഈ കഷായം എന്ന് പറയുമ്പോൾ ഇതൊരു എക്സ്ട്രാക്റ്റ് ആണെങ്കിലും ഒരു വെള്ളത്തിന്റെ കണ്ടന്റ് ആണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ എപ്പോഴും എടുക്കുമ്പോൾ നന്നായി ഷെയ്ക്ക് ചെയ്തെടുക്കണം. അതുപോലെ ഫ്രിഡ്ജിൽ വെക്കണമെങ്കിൽ വെക്കാം, പുറത്ത് വെക്കണമെങ്കിൽ വെക്കാം. കാരണം ചില നമ്മൾ കഷായം എടുക്കുമ്പോൾ ആ വെള്ളത്തിന്റെ കണ്ടന്റ് ഉള്ളതുകൊണ്ട് ചിലപ്പോൾ വല്ല സ്മെൽ വ്യത്യാസം വരാൻ സാധ്യത ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഫ്രിഡ്ജിൽ വെക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അതായത് നമ്മളിവിടെ ആൽമണ്ട് ഓയിലും കൂടി ആഡ് ചെയ്തിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത്രയുള്ള പണി. എന്നിട്ട് നമുക്ക് റോളോണിന്റെ ബോട്ടിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എന്താ പറയാ നമുക്ക് ഉപയോഗിക്കാൻ എളുപ്പത്തില് അങ്ങനെ നമുക്ക് ആക്കി വെക്കാം. ഇത് നമുക്ക് മെയിൻ ആയിട്ട് രാത്രി കിടക്കുമ്പോൾ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം നമുക്കൊരു ലിപ് ഓയിലായിട്ട് യൂസ് ചെയ്യാം. ഇത് രാത്രി കിടക്കുമ്പോൾ നല്ല തിക്കായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കണം കേട്ടോ. എന്താന്ന് വെച്ചാല് അപ്പോഴാണ് നമുക്ക് ലിപ്സിലൊക്കെ കൂടുതൽ അല്ലെങ്കിൽ എന്ത് കാര്യങ്ങളാണെങ്കിലും സ്കിന്നിൽ നന്നായിട്ട് അത് പ്രവർത്തിക്കണമെങ്കിൽ രാത്രിയാണ് കൂടുതൽ റിപ്പയറിങ് ചെയ്യണ സമയം. അപ്പൊ അതുകൊണ്ട് രാത്രി എപ്പോഴും, അതിപ്പോ ഏത് കാര്യമാണെങ്കിലും ലിപ്സിൽ നമ്മൾ എപ്പോഴും നല്ലൊരു മോയ്സ്ചറൈസിങ് ആയിട്ട് വെക്കണം ലിപ്സിന്. അതുപോലെ തന്നെയാണ് ഫേസിലാണെങ്കിലും അതെ, നമ്മൾ എപ്പോഴും ഒരു ഹൈഡ്രേഷൻ കൊടുക്കണം. അപ്പൊ അതേ ഞാനും എടുത്തിരിക്കുന്നത് എന്റെ പണ്ടൊരു മാൾസിന്റെ ഒരു പ്രൊഡക്റ്റ് മേടിച്ചെന്റെ ഒരു ബോട്ടിൽ ഉണ്ടായിരുന്നു, നന്നായി കഴുകിയെടുത്തിട്ടുണ്ട്. അപ്പൊ അതാകുമ്പോൾ നമുക്ക് ഇങ്ങനെ അപ്ലിക്കേറ്ററും കൂടി ഉണ്ട്. അപ്പൊ സുഖമായിട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പൊ ഇങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ യൂസ് ചെയ്യാം കേട്ടോ. പഴയ വല്ലതും ഉണ്ടെങ്കിൽ നന്നായി കഴുകി എടുത്തിട്ട് അപ്പൊ അത് ഇതുമാതിരിയാണ് നമുക്ക് കിട്ടുക. അപ്പൊ എന്നിട്ട് നന്നായിട്ട് ഷേക്ക് ചെയ്തിട്ട് വേണം എടുക്കാനായിട്ട്. അപ്പൊ നമുക്ക് ആ ഒരു എന്താ പറയാ എല്ലാത്തിന്റെയും ഗുണങ്ങൾ കിട്ടും. ഇതിപ്പോ 2-3 ലെയറായിട്ടേ നിൽക്കുന്നുണ്ടാവുക. അപ്പൊ ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് നമ്മൾ ഇതുപോലെ നന്നായി ഷേക്ക് ചെയ്ത് അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പൊ ഞാൻ അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. മാത്രമല്ല ധാരാളം ഗുണങ്ങളുണ്ട്. ലിപ്സിലെ കറുപ്പൊക്കെ മാറ്റി ലിപ്സ് നല്ല നാച്ചുറൽ ആയിട്ടുള്ള നമ്മുടെ കളറിലേക്ക് കൊണ്ടുവരാനും അതുപോലെ നമ്മുടെ ലിപ്സിന് നമ്മൾ ഹൈഡ്രേഷൻ കൊടുക്കാനൊക്കെ നമുക്ക് ഈ ഗ്ലിസറിനും നമ്മുടെ ആൽമണ്ട് ഓയിലും ഒക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ അപ്ലൈ ചെയ്തും കൂടി നമുക്ക് നോക്കാം കേട്ടോ. അപ്പൊ ഇതാട്ടോ ഇതിന്റെ കളർ കണ്ടിട്ട് വേറെ നല്ല രക്തചന്ദനത്തിന്റെ കളറാണ്. അത് ഞാനിപ്പോ ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് വെച്ചപ്പോൾ അതായത് നമ്മുടെ ഈ കുക്കുംബർ ജെല്ല് വെച്ചപ്പോൾ ഒപ്പം വെച്ച ഫ്രിഡ്ജിൽ വെക്കണമെന്നൊന്നുമില്ല. വെക്കണമെങ്കിൽ വെക്കാം, ഇല്ലെങ്കിൽ പുറത്ത് തന്നെ വെക്കാൻ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ സംഭവം വരുന്നത്. നമുക്കിതിന് എടുക്കുമ്പോൾ ഇത് കുറച്ചൊരു തിക്ക് ക്രീമായിട്ടോ, കാരണം വെച്ചാൽ ഇരുന്ന് ഇങ്ങനെ ഇതായി. അപ്പോൾ ഇത് മിക്സ് ചെയ്തിട്ട് വേണം എടുക്കാൻ, കാരണം ഇത് 2 ലെയറായിട്ട് നിൽക്കണേ. അപ്പോൾ എന്നിട്ട് നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ ആദ്യം എൻ്റെ കയ്യിലൊന്ന് കാണിക്കാം അതിൻ്റെ ഒരു ഇത് ഇങ്ങനെയാണ് വരുന്നത്. ഇത് കുറച്ച് കഴിയുമ്പോൾ പോവും, കാരണം രക്തചന്ദനത്തിൻ്റെ ആ കളറാണ് കാണുന്നത്. പക്ഷേ ഇത് അപ്ലൈ ചെയ്ത് കുറച്ച് അബ്സോർബ് ആയി കഴിഞ്ഞ് കളർ മാറും, പിഗ്മെൻ്റ് അല്ല. അപ്പോൾ ഇത് ഇങ്ങനെയാണ് വരുന്നത്. ഞാൻ അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം.
അപ്പൊ ഇതാണ് കേട്ടോ അപ്ലൈ ചെയ്യുമ്പോൾ ഇതുപോലെയാണ് വരുന്നത്. ചെറിയൊരു നല്ലൊരു ബ്രൗൺ ഷെയ്ഡാണ് നമുക്ക് കിട്ടുക. പക്ഷേ ഇത് ഉണ്ടാക്കിയപ്പോ തന്നെ നമുക്ക് ഈ കളർ കിട്ടണമെന്നില്ല. ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കുറച്ച് കഴിയുമ്പോൾ അല്ലെങ്കിൽ പിറ്റേസ് എടുക്കുമ്പോൾ നല്ലൊരു കുഴന്നിങ്ങനെ ഇരിക്കും, നല്ലൊരു ക്രീമി മാതിരി ഇരിക്കും. എന്നിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒപ്പം തന്നെ എന്ന് പറഞ്ഞാൽ ഈ ഒരു കളർ നമുക്ക് നിൽക്കില്ല കേട്ടോ. കുറച്ച് കഴിയുമ്പോൾ ഞാനിവിടെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്, കുറച്ച് കഴിയുമ്പോൾ ഈ കളർ മാറും, നല്ലൊരു ബ്രൗൺ ഷെയ്ഡാവും കിട്ടുക. പക്ഷെ ഇത് നമ്മൾ നല്ല കട്ടിക്ക് രാത്രി ഇട്ട് കൊടുക്കണം, ലിപ്പ് ഓയിലായിട്ട്. പിന്നെ നമ്മൾ അരിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, തുണിയിൽ തന്നെ അരിച്ചെടുക്കണം കേട്ടോ, അല്ലെങ്കിൽ തെരിപ്പുണ്ടാവും നമ്മുടെ ചുണ്ടില്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് കുറച്ച് കഴിയുമ്പോൾ നന്നായിട്ടൊന്ന് അബ്സോർബായി പോട്ടാ. അപ്പോൾ നമുക്ക് ഈ കളർ പോവും. അപ്പോൾ ഇത് നമ്മുടെ രക്തചന്ദനം ഇപ്പം ഇതിൽ മിക്സ് ആയിരുന്നത് കൊണ്ട് ആ കളർ വന്നിട്ടുള്ളത് കേട്ടോ. ഞാൻ വേണമെങ്കിൽ കുറച്ച് ഇട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് കുറച്ച് കഴിയുമ്പോൾ നന്നായിട്ടൊന്ന് അബ്സോർബായി പോട്ടാ. അപ്പോൾ നമുക്ക് ഈ കളർ പോവും. അപ്പോൾ ഇത് നമ്മുടെ രക്തചന്ദനം ഇപ്പം ഇതിൽ മിക്സ് ആയിരുന്നത് കൊണ്ട് ആ കളർ വന്നിട്ടുള്ളത് കേട്ടോ. ഞാൻ വേണമെങ്കിൽ കുറച്ച് ഇട്ട് കാണിച്ചു തരാം ഇതൊന്ന് ഉണങ്ങി കഴിയുമ്പോൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പിന്നെ നമ്മൾ അരിക്കുമ്പോൾ നന്നായിട്ട് അരിച്ച്, ഇപ്പം എൻ്റെ അടുത്ത് ചെറിയ തരിയുണ്ട്, കാരണം ഞാൻ അരിപ്പ വെച്ച് അരിച്ചതേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പൗഡർ എടുക്കുമ്പോൾ എപ്പോഴും തുണിയിലരിക്കണം. ഞാനത് എളുപ്പപ്പണിക്ക് എനിക്കറിയാം, പക്ഷെ എന്നാലും ഞാൻ എളുപ്പപ്പണിക്ക് ഞാനത് അരിപ്പയിൽ ഇങ്ങനെ ഒഴിച്ച് അരിച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കുഞ്ഞു പൊടികൾ അതിൽ വീഴും. അപ്പോൾ വീഴുമ്പോൾ നമ്മൾ ലിപ്സിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഒരയുള്ള മാതിരി തോന്നും. അതായത് ഇങ്ങനെ തെരുന്ന് ആ പൊടി ഇരുന്നിട്ടേ. അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഒരു കുഞ്ഞു തുണി എടുക്കുക, അതിലേക്ക് നന്നായി ഇങ്ങനെ പിഴിഞ്ഞ് എടുക്കുക വെള്ളം, ആ ഒരു എന്താ പറയുക സത്ത് അതിൻ്റെ, എന്നിട്ട് നമ്മൾ മിക്സ് ചെയ്യുക കേട്ടോ. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ നമ്മൾ നമ്മുടെ ഫേസ് കെയറിന് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു 6 ദിവസം. ഇപ്പോൾ അവസാനമായിട്ട് നമുക്ക് ആവശ്യമുള്ളതാണ് ലിപ് കെയറും നമ്മുടെ അണ്ടർ ഐ കെയറും. അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കണം. അപ്പോൾ നമ്മുടെ ഈ ഒരു 6 days നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കണം. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് എനിക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടായിരുന്നു. അതേപോലെ അത് ട്രൈ ചെയ്ത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കണം. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.